എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? അതെ, ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ. പൈസ ഇല്ലാത്ത കാരണം കൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട ഫുഡ് പോലും കഴിക്കാതിരുന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു ജോലി ഉണ്ടായിട്ടും സാലറി കിട്ടുന്നുണ്ടായിട്ട് പോലും നമ്മളെ ചില കുടുംബ പ്രാരാബ്ദം കാരണങ്ങളൊക്കെ കൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട ഫുഡോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടൊരു സാധനം വാങ്ങിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആൾക്കെന്തെങ്കിലും വാങ്ങിക്കാൻ പറ്റാതിരിക്കുക, അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുണ്ടോ? ഒബ്വിയസ്ലി ലൈഫ് ആവുന്ന സമയത്ത് അങ്ങനത്തെ ചില സിറ്റുവേഷൻസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷേ അവിടെ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ ജോലീൻ്റെ ഇമ്പോർട്ടൻസ് അല്ലേ. നമുക്ക് ആ ഒരു ജോലി പോലും ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ജീവിച്ച് മുമ്പോട്ട് പോവുക? ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ആരാണെങ്കിലും ഇന്നത്തെ കാലത്ത് ജോലി ഭയങ്കര അത്യാവശ്യമല്ലേ. ഇപ്പം ഒരു പെൺകുട്ടികൾ മാത്രമുള്ളിടത്ത് പണ്ടത്തെ കാലത്തൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികൾക്ക് അധികം എഡ്യൂക്കേഷൻ കാര്യങ്ങളൊന്നും കൊടുക്കാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് അതൊക്കെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടികളും ഒരേപോലെ ഈക്വൽ ആയിട്ട് മുമ്പോട്ട് വരുന്നുണ്ട്, സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട്. ഇപ്പം ഒരു 3 പെൺകുട്ടികളുള്ള സിറ്റുവേഷനുകൾ 3 4 ഇനി പെൺകുട്ടികൾ മാത്രമായിക്കോട്ടെ ആൺകുട്ടികൾ മാത്രമായിക്കോട്ടെ ആരാണെങ്കിലും ഈ പെൺകുട്ടികളുടെ കേസ് ഞാൻ പറഞ്ഞുതരാം. കാരണം അതെനിക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എൻ്റെ വീട്ടിൽ 3 പെൺകുട്ടികളാണ്. ഇപ്പം ഞങ്ങൾ 3 പേരും കല്യാണം കഴിച്ച് വേറെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഞങ്ങൾ അച്ഛനും അമ്മയും വീട്ടിൽ ഒറ്റയ്ക്കാണ്. സോ അവർക്ക് എന്തെങ്കിലും ആവശ്യം കാര്യങ്ങൾ അവർ ഏജ്ഡ് ആയിട്ട് വരികയാണ്. സോ അവർക്ക് എന്തെങ്കിലും ആവശ്യം കാര്യങ്ങളോ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഞങ്ങളെ ഹസ്ബൻഡ്സിൻ്റെ അടുത്ത് ചോദിക്കാതെ ഞങ്ങൾ ഏൺ ചെയ്യുന്നതിനെ കൊണ്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ അതേപോലെ തന്നെയാണ് ഈവൻ ആൺകുട്ടികളാണെങ്കിലും. ആൺകുട്ടികളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധി ഒരു പർട്ടിക്കുലർ ഏജ് ആവുന്ന സമയത്ത് തന്നെ അവരെന്ത് ചെയ്യും, സാലറി കാര്യങ്ങൾ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നുണ്ടാവും. എന്തായാലും ഒരു ജോബ് മസ്റ്റാണെന്നുള്ളത്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇനിയും ഒരുപാട് പെൺകുട്ടികൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ തന്നെ അല്ലെങ്കിൽ വീട്ടമ്മമാരായിക്കോട്ടെ ആരാണെങ്കിലും ഒരുപാട് സാഹചര്യങ്ങളും കാരണങ്ങളും കൊണ്ട് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പറയും, അല്ലെങ്കിൽ എനിക്കത് പഠിക്കാൻ പറ്റുമോ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് കൊണ്ട് നിൽക്കുന്നവരുണ്ട്. സോ അങ്ങനെ വേണ്ടിയിട്ടുള്ളവർക്കാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും ഇറങ്ങിത്തിരിക്കാം. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാമെന്നേ, ഇങ്ങനൊരു കോൺഫിഡൻസ് ആണ് ആദ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. പിന്നെ നമുക്ക് ചെറിയൊരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആവശ്യം ഉണ്ടാവും. അതായത് നമ്മൾ ഓൾറെഡി അതിന് വർക്ക് ചെയ്യുന്ന കാണുമ്പോൾ അവർ ഒബ്വിയസ്ലി നമ്മളെ ഹെൽപ്പ് ചെയ്തോളും. സോ നിങ്ങൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ അത് ചെയ്യുക. പഠിക്കുകയാണെങ്കിൽ പഠിക്കുക, അത് കംപ്ലീറ്റ് ആക്കുക. സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ജോലി മസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ വീഡിയോയും കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. ഇനി ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പോയിക്കോളൂ. ബൈ.